മാധ്യമപ്രവർത്തനം ഏതു വിധത്തിലാവണം എന്നത് സംബന്ധിച്ച് മാധ്യമപ്രവർത്തകരെയും മാധ്യമ സ്ഥാപനങ്ങളെയും ഉപദേശിക്കുന്നതിൽ അർത്ഥമില്ല. രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ആരുടെയെങ്കിലും ഉപദേശപ്രകാരം നടത്തേണ്ടതല്ല മാധ്യമപ്രവർത്തനം. രണ്ട്, സതുദ്ദേശത്തോടു കൂടി ആരെങ്കിലും ഉപദേശിച്ചാൽ തന്നെ അതുപ്രകാരമുള്ള മാറ്റങ്ങൾ വരുത്താൻ മാധ്യമപ്രവർത്തകരെ അനുവദിക്കുന്നതല്ല മാധ്യമ നടത്തിപ്പിന് പിന്നിലെ മൂലധനത്തിൻ്റെ സാന്നിധ്യം. മൂലധനത്തിന് ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിൻ്റെ കൽപ്പനകൾക്കനുസരിച്ച് മാത്രമേ അവിടെ നിന്നും ശമ്പളം പറ്റുന്ന മാധ്യമപ്രവർത്തകർക്ക് തൊഴിലെടുക്കാനാവും. ഈ നിലക്കുള്ള പരിമിതികളെക്കുറിച്ചെല്ലാം അറിയാമെങ്കിലും മാധ്യമപ്രവർത്തകരുമായി സംവദിക്കുമ്പോൾ, അവരുടെ പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ ചില കാര്യങ്ങൾ സ്വാഭാവികമായും പറയേണ്ടി വരും. അത് പറയുന്നത് ജനങ്ങളുടെയും രാജ്യത്തിൻ്റെയും പൊതു താല്പര്യങ്ങൾ അപകടപ്പെട്ടുകൂടാ എന്നതുകൊണ്ടാണ്. മാധ്യമപ്രവർത്തനം എന്നത് വിശാലമായ അർത്ഥത്തിൽ നോക്കിയാൽ ഒരു സാംസ്കാരിക പ്രവർത്തനമാണ്. ജനബോധന സ്വഭാവമുള്ള സാംസ്കാരിക പ്രവർത്തനം. സാംസ്കാരിക പ്രവർത്തനത്തിന് പൊതുവായൊരു പരിമിതിയുണ്ട്. അതിന് വേറിട്ട ഒരു നിലനിൽപ്പില്ല എന്നതാണ്. അതൊരു മേൽക്കൂര മാത്രമാണ്. അതിനവിടെ നിൽക്കാൻ കഴിയണമെങ്കിൽ അടിത്തറയും ഭിത്തിയും ഉണ്ടായാലേ പറ്റും. ആ അടിത്തറയും ഭിത്തിയും തകർന്നാലോ മേൽക്കൂര നിലംപൊത്തും. ഭൗതിക ജീവിത സാഹചര്യത്തിൻ്റെതാണ് ഈ അടിത്തറ. അതിനെ രൂപപ്പെടുത്തുന്നതാകട്ടെ നമ്മുടെ സ്വാതന്ത്ര്യവും ജനാധിപത്യവും മതനിരപേക്ഷതയും അടക്കമുള്ള മൂല്യങ്ങളാണ്. ഇതിലേതെങ്കിലും ഒന്ന് തകർന്നാൽ മേൽക്കൂര തകരും. മതനിരപേക്ഷത അവസാനിക്കുന്നു എന്ന് വെക്കുക, ഒരു മതരാഷ്ട്രം രൂപപ്പെടുന്നു എന്ന് വെക്കുക, പിന്നീട് മാധ്യമ സ്വാതന്ത്ര്യം ഉണ്ടോ? ഇതുപോലെ തന്നെയാണ് സ്വാതന്ത്ര്യവും ജനാധിപത്യവും ഒക്കെ അവസാനിച്ചാലുള്ള സ്ഥിതി. സ്വാതന്ത്ര്യത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും അഭാവത്തിൽ സ്വതന്ത്രവും നിർഭയവും നിഷ്പക്ഷവുമായ മാധ്യമപ്രവർത്തനം ഉണ്ടാവില്ല. നിർഭാഗ്യവശാൽ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഉറക്കെ പറയുന്ന ചില മാധ്യമങ്ങൾ പോലും മാധ്യമപ്രവർത്തനത്തിന് നേരത്തെ പറഞ്ഞ ഭൗതിക ജീവിത സാഹചര്യങ്ങളുമായി ഉള്ള ബന്ധത്തെ കാണാൻ കൂട്ടാക്കുന്നില്ല. അതുകൊണ്ടാണ് അവർ നിഷ്പക്ഷതയെക്കുറിച്ച് വാദോരാതെ പറയുന്നത്. ഇവിടെയാണ് മൂലധനത്തിൻ്റെ രാഷ്ട്രീയം പ്രസക്തമാകുന്നത്. അതിന്ന് വലിയൊരു കോർപ്പറേറ്റ് വൽക്കരണത്തിനുള്ള വ്യഗ്രതയിലാണ്. വിവിധ ഭാഷകളിലും സംസ്കാരങ്ങളിലും ആ നാടിൻ്റെ സവിശേഷതകളോടെ ഉയർന്നു വന്ന മാധ്യമ സ്ഥാപനങ്ങളെ പോലും അത് മൂലധനത്തിൻ്റെ ബലത്തിൽ കൈയടക്കും. അതോടുകൂടി ആ സ്ഥാപനത്തിന് അതിലെ പ്രവർത്തകർ ആഗ്രഹിച്ചാൽ പോലും സ്വന്തം നാടിൻ്റെ ജനതയുടെ ഭാഷയുടെ സംസ്കാരത്തിൻ്റെ ആവശ്യങ്ങൾ മുൻനിർത്തി സംസാരിക്കാൻ കഴിയാതെയാവും. കോർപ്പറേറ്റ് താല്പര്യങ്ങൾ മാത്രം പ്രതിധ്വനിപ്പിക്കുന്ന ജിഹ്വകളായി അവ മാറും. ഈ കോർപ്പറേറ്റ് താല്പര്യമാകട്ടെ അടിസ്ഥാനപരമായും ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിരാണ്. അത് അങ്ങനെ ആയില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളതാണ്. ഇടതുപക്ഷ വിരുദ്ധ വാർത്തകളിൽ അവയ്ക്ക് സവിശേഷ താല്പര്യമുണ്ടാകും. ആ താല്പര്യങ്ങൾക്കാവും മുൻകൈ.
ഇതറിയാവുന്നതുകൊണ്ടാണ് ഉപദേശിച്ച് നന്നാക്കാൻ കഴിയില്ല എന്ന് തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. എന്നാൽ നേരത്തെ പറഞ്ഞ പരിമിതികൾക്കുള്ളിൽ നിൽക്കുമ്പോൾ പോലും മാധ്യമങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കും ചില കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കാൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നാടിനാകെ തീ പടർത്തുന്ന വർഗീയ പ്രകോപനത്തിൻ്റെ വാർത്തകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്നതാണ്. സമൂഹത്തിലൊരു വിഭാഗത്തെ സംശയത്തോടെ വീക്ഷിക്കാൻ പ്രേരിപ്പിക്കുന്ന ഊഹാപോഹങ്ങളും കിംവദന്തികളും പടർത്താതിരിക്കാൻ ശ്രദ്ധിക്കണം. അത് പടർന്നാൽ നിമിഷങ്ങൾ മതി എല്ലാം ചാമ്പലാവാൻ. ആ ചാമ്പലിൽ മാധ്യമ സ്ഥാപനങ്ങൾക്ക് പോലും അതിജീവിക്കാനാവില്ല. അതുകൊണ്ടാണ് ഈ രീതിയിൽ പറയുന്നത്. അത്തരം വാർത്തകൾ ഉണ്ടായാൽ നാടിൻ്റെയും ജനങ്ങളുടെയും നിലനിൽപ്പ് തന്നെ അപകടത്തിലാവും. നാടും ജനങ്ങളും ഇല്ലെങ്കിൽ പിന്നെ മാധ്യമങ്ങൾക്കും മാധ്യമ പ്രവർത്തനങ്ങൾക്കും എന്ത് പ്രസക്തിയാണ് ഉണ്ടാവുക?